ഡൽഹി അസംബ്ലി തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തപ്പെട്ട എക്സിറ്റ് പോളുകളുടെ ഫലം പുറത്തു വന്നിട്ടുണ്ട്. BJP അധികാരത്തിൽ വരുമെന്നാണ് എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിച്ചിരിക്കുന്നത്. അത് സത്യമായാൽ ഏതാണ്ട് 2013 തുടങ്ങിയ ആം ആദ്മി ഭരണത്തിന് ഡൽഹിയിൽ അന്ത്യം കുറിക്കും. പക്ഷേ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, അത് പാർലമെൻറ്റ് ഇലക്ഷനിലായാലും അതുപോലെ തന്നെ അസംബ്ലി ഇലക്ഷനിലായാലും എക്സിറ്റ് പോളുകൾ അമ്പേ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ എക്സിറ്റ് പോളുകളും അതുപോലെ ആകാനാണോ സാധ്യത? പക്ഷേ ഈ എക്സിറ്റ് പോളുകൾ പറയുന്ന പ്രകാരം BJP ഒരുപക്ഷെ ഡൽഹിയിലേക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരും എന്നാണ് ഞാൻ കരുതുന്നത്. അത് വെറുതെ എൻ്റെ ഒരു ആഗ്രഹം പറയുകയല്ല, അതിന് ചില രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. അത് 3 കാരണങ്ങളാണ് മുഖ്യമായിട്ടും ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തേത്, ഈ കേജ്രിവാൾ എന്ന ആം ആദ്മി പാർട്ടിയും ഒരു അഴിമതി വിരുദ്ധ ബ്രാൻഡായി വളർന്ന് അങ്ങനെയാണ് ആ ഒരു ഇമേജിലാണ് അവർ അധികാരത്തിലെത്തിയത്. പക്ഷേ ആ ബ്രാൻഡിൻ്റെ മൂല്യം ഇന്ന് വളരെ താഴെ, ഒരുപക്ഷെ എക്കാലത്തെയും അതിൻ്റെ താഴ്ചയിൽ നിൽക്കുകയാണ്. അതൊന്നാമത്തെ വിഷയം. രണ്ടാമത്, ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ നടപ്പാക്കിയ ഒരുപാട് ക്ഷേമ പദ്ധതികളുണ്ട്. ഈ ക്ഷേമ പദ്ധതികളാണ് ആം ആദ്മി പാർട്ടിയെ അധികാരത്തിലെത്തിക്കാനും അധികാരത്തിൽ തുടരാനും സഹായിച്ചിരുന്നത്. പക്ഷേ ഇന്ന് മറ്റു രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ആ ക്ഷേമ രാഷ്ട്രീയത്തെ കോപ്പിയടിക്കുകയും ഇതിനേക്കാൾ ഭംഗിയായിട്ട് നടപ്പാക്കാമെന്നുള്ള വാഗ്ദാനം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വിശ്വസിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. ഇനി ക്ഷേമ രാഷ്ട്രീയം ആപ്പിൻ്റെ മാത്രം കുത്തകയല്ല. മൂന്നാമത്തേത്, BJPയേക്കാൾ അധികം ആം ആദ്മി പാർട്ടി തോൽക്കേണ്ടത് ഇന്ന് കോൺഗ്രസിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഈ അസംബ്ലി ഇലക്ഷനിൽ അവർ തമ്മിൽ സഖ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഡൽഹിയിൽ. ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി സർവ്വ അടവും പയറ്റിയിരിക്കും. ഇതാണ് മൂന്നാമത്തെ കാരണം. ഇനി ഭാവി ആം ആദ്മി തോൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവരുടെ ഭാവി? വളരെ ദയനീയമായിരിക്കും എന്നുള്ളൊരു സംശയമില്ല. ആം ആദ്മി പാർട്ടിക്ക് പിന്നീട് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് കരുതാൻ ഒരു ന്യായവുമില്ല. ഇതിലേക്കൊക്കെ നമുക്ക് ഒന്ന് വിശദമായി പരിശോധിക്കാം. ഉൾക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ ഹരികുമാർ. നമ്മൾ ആദ്യം പറഞ്ഞ വിഷയത്തിൽ നിന്ന് തുടങ്ങാം. ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തുന്നത് ഒരു അഴിമതി വിരുദ്ധ ഇമേജുമായിട്ടാണ്. അതായിരുന്നു ആം ആദ്മി പാർട്ടിയുടെയും കേജ്രിവാളിൻ്റെയും ബ്രാൻഡ്. കഴുത്തിൽ മഫ്ലർ ചുറ്റി കേജ്രിവാൾ, തലയിൽ ഗാന്ധി തൊപ്പി വെച്ച അണ്ണാ ഹസാരെ, ആക്ടിവിസ്റ്റായ പ്രശാന്ത് ഭൂഷൺ, അതുപോലെ തന്നെ കാവി അണിഞ്ഞ ബാബ രാംദേവ്, ഇവരൊക്കെ കൂടെ ഉൾപ്പെടുന്ന ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ, അഴിമതിക്കെതിരായ ഇന്ത്യ എന്നൊരു പ്രസ്ഥാനം 2007-2008 രൂപം കൊള്ളുന്നു. അവിടെ നിന്നാണ് ഈ ആം ആദ്മി പാർട്ടിയുടെ തുടക്കം. ഈ ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ പിന്നീട് ഒരു കൊടുങ്കാറ്റായി വടക്കേ ഇന്ത്യയിലാകെ ആളിപ്പടർന്നു. അത് നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തി. കോൺഗ്രസ് നയിക്കുന്നത് ഒരു മാഫിയ രാജാണെന്നായിരുന്നു അണ്ണാ ഹസാരെയുടെ ആരോപണം. അണ്ണാ ഹസാരെ പലരിലും സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ആ ഒരു രാഷ്ട്രീയത്തിലെ സത്യസന്ധതയും മൂല്യങ്ങളുടെയും ഓർമ്മകൾ കൊണ്ടുവന്നു. ചെറുപ്പക്കാരിൽ അതൊരു അഴിമതിരഹിത ഇന്ത്യ എന്നുള്ളൊരു സ്വപ്നം ഉണ്ടാക്കി. പ്രായം ചെന്നവരിലാകട്ടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ പുനരുജ്ജീവിപ്പിച്ചു. അതെല്ലാം ഒരുമിച്ച് ചേർന്നപ്പോൾ അതൊരു മഹാപ്രസ്ഥാനമായി. ആ കൊടുങ്കാറ്റിൽ, ശരിക്കു പറഞ്ഞാൽ ആ കൊടുങ്കാറ്റാണ് 2ാം UPA സർക്കാരിൻ്റെ പതനത്തിന് വഴിവെച്ചത്. പക്ഷേ അഖിലേന്ത്യാ തലത്തിൽ അത് മുതലെടുക്കാൻ ആപ്പിന് കഴിഞ്ഞില്ലെങ്കിലും ഡൽഹിയിൽ 2013 നടന്ന ഇലക്ഷനിൽ 70 സീറ്റിൽ 28 സീറ്റ് നേടിയ ആം ആദ്മി പാർട്ടി 2ാം സ്ഥാനത്തെത്തി. ഒന്ന് ഓർക്കേണ്ടതുണ്ട്, അന്നും BJPക്കായിരുന്നു 1ാം സ്ഥാനം. പക്ഷേ കോൺഗ്രസിൻ്റെ പുറത്തു നിന്നുള്ള സപ്പോർട്ടോടുകൂടി അവിടെ അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയുണ്ടാക്കി. വെറും 50 ദിവസം മാത്രമേ ആ മന്ത്രിസഭ നീണ്ടു നിന്നുള്ളൂ. അതിനുശേഷം അദ്ദേഹം രാജിവെച്ചു. പക്ഷെ പിന്നീട് 2015 ഇലക്ഷൻ നടന്നപ്പോൾ ചരിത്രത്തിലെങ്ങുമില്ലാത്ത ഒരു വിജയമാണ് ആപ്പിന് ഡൽഹിയിലുണ്ടായത്. 70-ൽ 67 സീറ്റ് ആം ആദ്മി പാർട്ടിക്ക് നേടാൻ പറ്റി. വെറും 3 സീറ്റാണ് BJPക്ക് കിട്ടിയത്. അവിടെ കോൺഗ്രസിന് സീറ്റേ ഇല്ലായിരുന്നു. അങ്ങനെ 5 വർഷം ഭരിച്ചു. 2020 ഇലക്ഷനിലും കുറച്ച് സീറ്റ് കൈമോശം വന്നെങ്കിലും 62 സീറ്റ് വീണ്ടും നേടിക്കൊണ്ട്
ആം ആദ്മി പാർട്ടി തങ്ങളുടെ അധീശത്വം ഡൽഹിയിൽ ഉറപ്പിച്ചു. പക്ഷേ ഇതിനിടയിൽ നിരവധി ആരോപണങ്ങൾ നേരിട്ട അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിൻ്റെ അഴിമതി വിരുദ്ധ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഇമേജ് ഇന്ന് നിലനിൽക്കില്ല. അദ്ദേഹം അഴിമതി കേസിൽ ഡൽഹിയിൽ ജയിലിലടയ്ക്കപ്പെട്ട വ്യക്തിയാണെന്ന്. ഇപ്പോഴും അദ്ദേഹം കേസിൽ ഉൾപ്പെട്ട് തന്നെ നിൽക്കുകയാണ്. കേസിൻ്റെ അന്തിമ വിധി വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നവർ ഓരോന്നായി അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്നവർ വിട്ടുപോയി. കേസ് അഴിമതി ആരോപണം ഉന്നയിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ മുൻകാല സുഹൃത്തുക്കളായിരുന്ന പിന്നെ അണ്ണാ ഹസാരെയോ സന്തോഷ് ഹെഗ്ഡെയോ ശാന്തി ഭൂഷണോ ഒന്നും തന്നെ അവരാരും തന്നെ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കാൻ എത്തിയില്ല. ഇത് അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് വാല്യൂ താഴെ പോയി. അതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തേത്. ഇനി രണ്ടാമത്തേത്, നമ്മൾ ഈ ക്ഷേമ രാഷ്ട്രീയം നോക്കാം. ക്ഷേമ രാഷ്ട്രീയത്തിൽ ഡൽഹിയിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് ബസ്സിലുള്ള യാത്രാ സൗജന്യം, അതല്ലെങ്കിൽ സൗജന്യ നിരക്കിലുള്ള പിന്നെ കറണ്ട്, വൈദ്യുതി, അല്ലെങ്കിൽ കുടിവെള്ളം, ഇതൊക്കെ തന്നെ ഇതിലും അധികം വലിയ സൗജന്യങ്ങളാണ് ഇപ്രാവശ്യം കോൺഗ്രസും പിന്നെ അതുപോലെ BJP വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. BJP പ്രതിമാസം 2500 രൂപയുടെ സഹായമാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകൾക്കായിട്ട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ഗർഭിണികളായ സ്ത്രീകൾക്ക് 21,000 രൂപ, വിവാഹത്തിന് 1,00,000-ലധികം രൂപ, ഇങ്ങനെയൊക്കെ നിരവധി വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. BJP ആദ്യമൊക്കെ ക്ഷേമ പദ്ധതികളെ എതിർത്തിരുന്ന BJP പിന്നീട് തങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനമായ ഇപ്പം മഹാരാഷ്ട്രയിലുമൊക്കെ മധ്യപ്രദേശിൽ ഒക്കെ തന്നെ വലിയ ക്ഷേമ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. അപ്പോൾ ക്ഷേമ പദ്ധതികളുടെ കുത്തക ഇനി ആപ്പിനില്ല. പിന്നീട് മൂന്നാമത് ഞാൻ പറഞ്ഞ കോൺഗ്രസ് തങ്ങൾ 2013 പുറത്തു നിന്ന് സപ്പോർട്ട് ചെയ്ത് കേജ്രിവാളിനെ അധികാരത്തിൽ കൊണ്ടുവന്നതിൽ ഇന്ന് യഥാർത്ഥത്തിൽ ഏറ്റവും ദുഃഖിക്കുന്ന കോൺഗ്രസ്സാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസുമായി സഖ്യത്തിലാണ് ആം ആദ്മി പാർട്ടി മത്സരിച്ചതെങ്കിലും ഒറ്റ സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല. മാത്രമല്ല അവിടെ പിന്നെ BJP മുഴുവൻ സീറ്റുകൾ നേടുകയും ചെയ്തു. ഇങ്ങനെയുള്ള രാഷ്ട്രീയ റിസൾട്ടുകൾ സ്വാഭാവികമായിട്ടും ഒരു ചിന്തനത്തിന് കോൺഗ്രസിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യത്തിലേർപ്പെടുന്നതിനെ അതിൽ പ്രതിഷേധിച്ച് ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അർവിന്ദർ സിംഗ് ലവ്ലി രാജിവെച്ചിരുന്നു. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് പഞ്ചാബ് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നും ആം ആദ്മി പാർട്ടി പിടിച്ചെടുത്തു. യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ റീപ്ലേസ് ചെയ്ത് ആ സ്ഥാനത്ത് തങ്ങളിരിക്കുക എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ. അങ്ങനെ ഒരു പാർട്ടിയെ വളരാൻ ഇനി കോൺഗ്രസ് അനുവദിക്കണം? ഒരിക്കലുമില്ല. അത് കോൺഗ്രസിൻ്റെ അണികൾ ഒരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്യില്ല, പിന്തുണയ്ക്കില്ല. അത് കാരണം കോൺഗ്രസ് തീർച്ചയായിട്ടും ഈ ഇലക്ഷനിൽ ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്താൻ തങ്ങളാലാവും വിധം ശ്രമിച്ചിട്ടുണ്ടാവണം എന്ന് കരുതുന്നതിൽ തെറ്റില്ല. മൂന്നാമത്, ഇനി എന്തായിരിക്കും ഇനി അടുത്ത വിഷയത്തിൽ, അവസാന വിഷയത്തിലേക്ക് കടന്നാൽ ആപ്പിൻ്റെ ഭാവി. ഡൽഹിയിൽ അധികാരത്തിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ഒരു തിരിച്ചുവരവ് ആപ്പിനത്ര എളുപ്പമാവണമെന്നില്ല. കാരണം കേജ്രിവാളിൻ്റെ ഒരു ബ്രാൻഡ് മൂല്യം ഇന്ന് നഷ്ടപ്പെട്ടു പോയി. ആരും കേജ്രിവാളിൻ്റെ അഴിമതി വിരുദ്ധ മുദ്രാവാക്യങ്ങളിൽ ഇനി വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. അവരുടെ ക്ഷേമരാഷ്ട്രീയം മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും പകർത്തി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്കൊരു ജാതിയുടെ പിന്തുണയുണ്ടെങ്കിൽ ബീഹാർ, ഉത്തർപ്രദേശ്, ഡൽഹി, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ അതൊരു വലിയ പിന്തുണയായിരിക്കും. പക്ഷേ ഇവിടെ കേജ്രിവാളിന് അങ്ങനെ ഒരു പിന്തുണയുമില്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം ജാതിയായിട്ടുള്ള കായസ്ഥരെ അത്ര വലിയൊരു ശക്തിയല്ല ഒരിടത്തും. അദ്ദേഹം കായസ്ഥരുടെ പിന്തുണയിലും അല്ല, വളരെ കുറച്ച് പേർക്ക് മാത്രമായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം കായസ്ഥ സമുദായത്തിൽപ്പെട്ട ആളാണെന്ന് പോലും അറിയാവുന്നത്. ഈ ജാതിയുടെ പിന്തുണയുള്ളത് കൊണ്ടാണ് അഴിമതി കേസിൽ ജയിലിലായിട്ട് പോലും ലാലു പ്രസാദ് യാദവിനും അതുപോലെ നിരവധി ആരോപണങ്ങൾ കേട്ടെങ്കിലും മുലായം സിംഗ് യാദവിനുമൊക്കെ നിലനിൽക്കാൻ പറ്റിയത്. ഇതൊന്നും തന്നെ ഇന്ന് കേജ്രിവാളിനില്ല. അപ്പോൾ ഡൽഹിയിൽ തോറ്റാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ഇനി വലിയ ബുദ്ധിമുട്ടിലായിരിക്കുമെന്ന് തന്നെ ആണ് ഞാൻ കരുതുന്നത്. എന്തായാലും ശരി, നമുക്ക് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം. ഇനി അഥവാ അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതിനെയൊക്കെ അദ്ദേഹം അതിജീവിച്ച് അദ്ദേഹം വീണ്ടും തൻ്റെ ജൈത്രയാത്ര തുടരും എന്ന് നമുക്ക് കരുതാം. വീണ്ടും കാണുന്നതുവരെയും നമസ്കാരം.